ഹിന്ദു മതത്തിൽ ടൈം, അതായത് സമയം, എനർജി ബേസ്ഡ് ആണ്. അപ്പം ഓരോ സമയത്തിന് ഒരു എനർജി കണക്റ്റഡ് ആണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കറക്റ്റ് ടൈം നോക്കി നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടില്ല. ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു കല്യാണം, ഒരു ഹൗസ് വാമിങ്, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മുഹൂർത്തം നോക്കും. അപ്പം മുഹൂർത്തം ശരിക്കൊരു 48 മിനിറ്റിൻ്റെ ഒരു കണക്കാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സ്പേസിൽ പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ഹൈ എനർജി ഉള്ളൊരു സമയമാണ്. അതുകൊണ്ടാണ് ഈ മുഹൂർത്തം തീരുന്നേക്കാളും മുന്നേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കാര്യമാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ, പിന്നെ മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയം. ബ്രഹ്മമുഹൂർത്തം ഒരു ബ്രഹ്മാവിൻ്റെ സമയം എന്നും പറയും. സൺറൈസ്, അതായത് സൂര്യൻ ഉദിക്കുന്നേക്കാളും ഒരു 1.5 മണിക്കൂർ 1 hour 36 minutes ആണ് മുന്നെയാണ് ഈ ബ്രഹ്മമുഹൂർത്തം സ്റ്റാർട്ട് ആവുന്നത്. ഈ മുഹൂർത്തം 48 മിനിറ്റിനാണ് ഉണ്ടാവുന്നത്. അപ്പം ഞാനിത് ഇന്ന് പറയാനുള്ള ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എല്ലാവർക്കും നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, സ്റ്റുഡൻസ് ആണെങ്കിലും, പ്രൊഫസേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ബ്രഹ്മമുഹൂർത്തം നമ്മൾ ചെറുപ്പത്തിലൊക്കെ എക്സാം സമയത്ത് അച്ഛനും അമ്മയൊക്കെ നമ്മളെ 4 മണിക്ക് 5 മണിക്കൊക്കെ എണീപ്പിക്കാറുണ്ട് അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, അതിന് ഫൈനൽ എക്സാംസൊക്കെ ആകുമ്പം നമ്മൾ റിവിഷന് വേണ്ടി രാവിലെ 4:30 5 മണിക്കൊക്കെ എണീക്കും. എന്നിട്ട് അമ്മ പെട്ടെന്ന് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി തരും. അതിൻ്റെ കൂടെ 2 ബിസ്ക്കറ്റും ഉണ്ടാവും, പെട്ടെന്ന് എണീറ്റ് പഠിക്കാൻ വേണ്ടി. പക്ഷെ ആ സമയത്ത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ല. അതൊരു വലിയൊരു ജോലിയായിട്ട് അല്ലെങ്കിൽ വലിയൊരു പണിയായിട്ടാണ് തോന്നാറ് അല്ലേ? എന്നിട്ട് പക്ഷെ അതൊരു വിഷമമാണ്. രാവിലെ എണീറ്റ് ഇരുന്ന് പഠിക്കണം എന്നൊക്കെ പറയുമ്പം അതൊരു വലിയൊരു വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ശരിക്കും ആ ഒരു സമയം നമ്മൾ എണീറ്റ് പഠിക്കണം എന്നും എണീറ്റ് കാര്യങ്ങൾ ചെയ്യണം എന്നും പറയാനുള്ള ഒരു വലിയൊരു റീസൺ ഉണ്ട്. ഒരു ഫാർമർ, അതായത് ഒരു കൃഷിക്കാരൻ കറക്റ്റ് സീസൺ നോക്കിയിട്ടായിരിക്കും സീഡ്സൊക്കെ പ്ലാന്റ് ചെയ്യുന്നത്. ഇപ്പം നല്ല കൃഷി ഉണ്ടാവാൻ വേണ്ടി ഒരു സീസണൽ പ്ലാനിങ് വേണം. അങ്ങനെ തന്നെ നമ്മളും ഒരു സമയം പ്ലാൻ ചെയ്തിട്ട് എണീറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ത്രൂ ഔട്ട് ദ ഡേ, നമ്മുടെ ഫുൾ ഡേ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബ്രഹ്മമുഹൂർത്തം ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം 6 മണിക്കാണ് സൺറൈസ്, സൂര്യൻ ഉദിക്കണമെങ്കിൽ അതിന്ന് 1.5 മണിക്കൂർ മൈനസ് ചെയ്യാം. അപ്പം 4:30 ആകുമ്പോൾ നമ്മൾ എണീറ്റ് ഒരു 48 മിനിറ്റാണ് ആ ഒരു മുഹൂർത്തം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് മാക്സിമം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബ്രഹ്മമുഹൂർത്തത്തിന് എണീക്കണം എന്ന് പറയാൻ വേറെ കുറേ റീസൺസ് ഉണ്ട്. അപ്പം ഏറ്റവും ആദ്യത്തെ റീസണാണ്, നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഡീപ്പ് ക്രിയേറ്റീവ് സ്റ്റേറ്റിലായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പം സൺറൈസ് ആവാൻ പോകുന്നേ ഉള്ളൂ, ഭയങ്കര ക്രിയേറ്റീവ് സമയമായ കാരണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താലും, നമ്മൾ ബ്രീതിങ് എക്സസൈസ് ചെയ്താലും, നമ്മൾ പഠിച്ചാലും അതൊക്കെ നമുക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എഫക്റ്റ് ആവും. അപ്പം അതുകൊണ്ടാണ് നമ്മളോട് രാവിലെ എണീറ്റ് പഠിക്കണമെന്ന്, നമ്മളോട് രാവിലെ എണീറ്റ് റിവൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, ഈ ഒരു സമയത്താണ് നമ്മുടെ ചുറ്റും ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഓക്സിജൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ ഓർഗൻസിനും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആ ഒരു സമയത്ത് എണീറ്റ് നമുക്കൊന്ന് നടക്കുക, ഇല്ലെങ്കിൽ ഒന്ന് ബാൽക്കണിയിൽ പോയി നിൽക്കുക, ഒന്ന് പുറത്തൊന്ന് പോയി ഒന്ന് നോക്കിയിട്ട് വരാം.
അപ്പം നമ്മുടെ എല്ലാ ഓർഗൻസിനും ബെനിഫിറ്റാണ്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, നമ്മുടെ ബോഡിയിൽ ഒരു മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ, അതൊരു സ്ലീപ്പ് ഹോർമോണാണ്. അത് സൺറൈസ് വരെ നമ്മുടെ ബോഡി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ഉറക്കിക്കൊണ്ടിരിക്കും. അപ്പം സൺറൈസ് ആയ ഉടനെ ആ ഹോർമോൺ നിൽക്കും. അപ്പം നമ്മൾ സൺറൈസ് ആവണേക്കാളും മുന്നേ, സൂര്യൻ ഉദിക്കണേക്കാളും മുന്നേ നമ്മൾ എണീക്കുവാണെങ്കിൽ ആ ഹോർമോണിൻ്റെ ക്രിയേഷൻ പെട്ടെന്ന് നിൽക്കില്ല, സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും കൂടുതൽ ആക്റ്റീവ് ആവാനും ഉള്ളൊരു ചാൻസ് കിട്ടും. ഇപ്പം ആ മെലറ്റോണിൻ ഹോർമോൺ സൺറൈസ് വരെ വരുന്ന ജനറേറ്റ് ആവുന്ന കാരണം നമ്മുടെ ബോഡി പെട്ടെന്ന് എണീറ്റ് പെട്ടെന്നൊരു സ്ട്രെസ് ആവുക ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് മുന്നേ എണീക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ഫുൾ ഡേ യൂസ് ചെയ്യാനുള്ള എനർജിയും തരും. പിന്നെ നാലാമത്തെ കാര്യമാണ്, ഈ ഒരു സമയത്ത് ഒരു ഡിസ്ട്രാക്ഷനും ഒരു സൗണ്ടും ഒരു ബഹളവും ഇല്ലാത്തൊരു സമയമായ കാരണം തന്നെ നമുക്ക് നമ്മുടെ ഫുൾ ഡേ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഫോക്കസ്, ഡെഡിക്കേറ്റഡ് ടൈം കിട്ടും. നമുക്കൊരു ദിവസം എണീറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ ആ ഡേ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫോൺ കോൾസ് വരും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരും, ഇല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മീറ്റിങ്സ് വരും. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേഗം എണീക്കുമ്പം, ഈ 4 മണിക്കും 4:30ക്കൊക്കെ എണീക്കുമ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ എക്സ്ട്രാ കിട്ടുക. പ്ലസ് ഈ ഒരു സമയത്ത് നമ്മൾ വർക്ക് ചെയ്താൽ, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡേ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. നമ്മളറിയുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ രാവിലെ വേഗം എണീറ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ്സിലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സമയം റണ്ണിങ്ങിനും എക്സസൈസിനും ജിമ്മിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനിയിലെ CEOസും വലിയ ആൾക്കാരൊക്കെ ഈ ഒരു സമയത്താണ് ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇതിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്, ഞാൻ ഒരു വീഡിയോ കണ്ടപ്പം ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. അപ്പം അപ്പോഴാണ് ഞാൻ വെച്ചാൽ രാവിലെ എനിക്ക് വിളക്ക് കൊളുത്തുന്ന പോലെയാണോ എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായി അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. നമ്മളിപ്പം പ്രാർത്ഥിക്കുന്ന പോലെയല്ല ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക്. പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് ഫീലിങ്ങും ഒരുപാട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങളിൽ കുറേ ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ടാവും, ഓൾറെഡി രാവിലെ എണീക്കുന്നുണ്ടാവും. കുറേ ഓത്തേഴ്സ്, കുറേ റൈറ്റേഴ്സൊക്കെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വായിച്ചൊരു ബുക്ക് ഉണ്ടായിരുന്നു, ദ 5 AM ക്ലബ്ബ്. അപ്പം അതിലും രാവിലെ എണീക്കുന്നതിന് ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. പക്ഷേ ശരിക്കും അത് നമ്മൾ എന്തുകൊണ്ടാണ് എണീക്കേണ്ടത്, ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, എന്തുകൊണ്ടാണ് നമ്മളത് ഫോളോ ചെയ്യേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് മനസ്സിലായപ്പോഴാണ് ഒരു ക്ലാരിറ്റി വന്നത്. അപ്പം നിങ്ങളിത് ചെയ്തു നോക്കൂ. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞൊരു സമയത്ത് എണീറ്റ് നോക്കൂ. ഇതിനെപ്പറ്റി നിങ്ങൾക്കും അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കി ഞങ്ങളോടൊക്കെ ഷെയർ ചെയ്യൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.